ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഒരു ഷിംജിത എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു ബസ്സിൽ വെച്ച് ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ടും വൈറലാവുകയും അത് കണക്ക് തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് മനന്നൊന്ന് നമ്മുടെ ദീപക് എന്നൊരു സഹോദരൻ മരിക്കുകയും ചെയ്തൊരു വീഡിയോയെക്കുറിച്ച് ഓൾറെഡി ഞാൻ റിയാക്ഷൻ വീഡിയോ ഇട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ വൈറലായതിനു ശേഷവും അതിനുശേഷം ഈ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തതിനു ശേഷവും ഒരുപാട് ആളുകളുടെ വീഡിയോകൾ റിയാക്ഷൻ വീഡിയോകളും ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്തൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഇന്ന് ഷിംജിത അറസ്റ്റിലായത് പോലും. എന്നാൽ ആ വീഡിയോകളിലെല്ലാം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആ വീഡിയോകളിലെ എല്ലാ അടിയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തുള്ള കമൻറ്റുകളൊക്കെ കണ്ടെങ്കിൽ പോലും അതിൽ കുറച്ച് ആളുകൾ ആ ഒരു ഷിംജിതയെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ദീപക്കിന് എതിരായിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ ഞാൻ ഈ വീഡിയോയിലൊക്കെ കണ്ടിരുന്നു. ശരിക്കും ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി, എന്തുകൊണ്ടായിരിക്കാം ഞാനൊക്കെ എന്ന് വെച്ചാൽ +1 കാലഘട്ടം മുതൽ തന്നെ ബസ്സിൽ ഒരുപാട് തിരക്കുള്ള ബസ്സുകളിൽ ഫുട്ബോളിൽ നിന്ന് വരെ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. +1 മുതൽ തന്നെ ഞാൻ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്ത് തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ നമുക്കൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ബാഗും കൊണ്ട് നല്ല ഹെവി വെയിറ്റുള്ള ബാഗും കൊണ്ടൊക്കെ നമ്മൾ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ബാഗ് പുറകിലിട്ട് നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് നല്ല കംഫർട്ടായിരിക്കും. പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കണ്ടക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അവർ നമ്മളോട് പറയും ഈ ഒരു ബാഗ് റിമൂവ് ചെയ്യാൻ. കാരണം വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ബുദ്ധിമുട്ടാണ്. ആ ഒരു വ്യക്തിക്ക് നിൽക്കാനുള്ള ഒരു സ്പേസാണ് നമ്മുടെ ബാഗും കൂടെ ഇടുമ്പോൾ നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അത് ഊരി കൈ പിടിക്കും. ഇങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് ഫ്രണ്ടിൽ പിടിക്കും. പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ ഇരിക്കുന്ന ആരെങ്കിലും കയ്യിലേക്ക് ബാഗ് കൊടുക്കും. ആണുങ്ങൾക്ക് അത് പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ആ ഒരു വ്യക്തി തിരക്ക് കാരണം ഒരാൾ സൈഡിൽ കൂടെ പോയ സമയത്ത് 2 കൈ വെച്ച് ആ ബാഗ് അവരെ ഒന്ന് തട്ടാതെ പോകാൻ വേണ്ടി പൊക്കുന്ന സമയത്താണ് കൈ കൊള്ളുന്നത്. പക്ഷേ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അത് റിമൂവ് ചെയ്തിരിക്കുകയാണ്, അത് ക്രോപ്പ് ചെയ്താണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൈ മാത്രം പൊക്കി തട്ടുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് വളരെയധികം അതിശയം തോന്നിയൊരു കാര്യമാണ്. ഇതൊക്കെ അറിയാമെങ്കിൽ പോലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ കണ്ടു. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരായിക്കോട്ടെ ഒരുപാട് ആളുകൾ ഈ ഒരു ദീപക്കിനെതിരായിട്ട് അല്ലെങ്കിൽ ഒരു ഷിംജിതയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത് കണ്ടു. അവർക്ക് എന്ത് കണ്ടിട്ടാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയ ആളുകൾക്കെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു പക്ഷേ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം അവരൊരു പക്ഷേ ഷിംജിതയെ സപ്പോർട്ട് ചെയ്തും അതല്ലെങ്കിൽ ദീപക് എന്നൊരു വ്യക്തിയെ മോശമായി സംസാരിക്കുന്നതിൻ്റെ റീസൺ അതായിരിക്കാം. കാരണം ആണെങ്കിൽ ബസ്സിൽ ഒരു ദുരനുഭവം പോലും ഉണ്ടാകാത്ത ഒരു പെൺകുട്ടികൾ പോലും കാണില്ല എന്ന് നമുക്ക് 100% ഉറപ്പോടെ പറയാൻ സാധിക്കും. ചിലവരാണെങ്കിൽ അവർക്കത് സാധിക്കില്ല. അവരൊരു പക്ഷേ മിണ്ടാതെ നിന്ന് എങ്ങനെയെങ്കിലും സ്റ്റോപ്പൊക്കെ ഒന്ന് ആയിക്കോട്ടെ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച് മിണ്ടാതെ നിൽക്കുന്ന ആളുകളുണ്ട്, സ്പോട്ടിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. എന്താണെങ്കിലും ഇന്നത്തെ ഒരു ട്രെൻഡാണ് ഇതുപോലെ സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് പബ്ലിക്കായിട്ട് ഒരാളെ പബ്ലിക്കിന് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ഒരു ട്രെൻഡാണ്, പണ്ടൊന്നുമില്ല. എന്താണെങ്കിലും എൻ്റെ ഒരു ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾ ഒരു പക്ഷേ ഈ ഒരു റീസൺ അല്ലെങ്കിൽ അവരെന്തെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ദീപക് എന്നൊരു ആ ഒരു സഹോദരനെ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ റീസൺ അതുകൊണ്ടായിരിക്കാം. അപ്പം അതിലെനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ചുറ്റും നിൽക്കുന്ന എല്ലാ പുരുഷന്മാരും നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരും അതുപോലെ ആണെന്ന് ഒരു പക്ഷേ നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഓഫർ ലെറ്റർ കിട്ടിയ സമയത്ത് 6:30 to 3:30 ആണ് എൻ്റെ ടൈമിങ്. അപ്പോൾ വൈകുന്നേരം 6:00 പോയി കഴിഞ്ഞാൽ വെളുപ്പിനെ 3:00 വരുന്നത്. അതും നമ്മുടെ കൂടെ നമ്മുടെ ക്യാബിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് പല പല ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ എല്ലാവരെയും കൊണ്ടുവിട്ടിട്ടായിരിക്കും നമ്മളെ കൊണ്ടുവിടുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മെയിൻ റോഡ് ആയിരിക്കണമെന്നില്ല, വഴികളെല്ലാം തന്നെ പോക്കറ്റ് റോഡുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സേഫ്റ്റി ഒരു പ്രധാന കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ജോബ് കിട്ടി, എൻ്റെ ഓഫർ ലെറ്റർ കിട്ടി, ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഐറ്റം ഞാൻ അങ്ങ് ഓർഡർ ചെയ്ത് വെച്ചു. ഈ ഒരു ഐറ്റമാണ് ഞാൻ ഓർഡർ ചെയ്തത്, പെപ്പർ സ്പ്രേ. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ബാഗിൽ സൂക്ഷിക്കുമായിരുന്നു. പെട്ടെന്ന് എനിക്കെടുത്ത് യൂസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു സിബിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാൻ വരുന്ന ക്യാബ് എന്ന് പറയുന്നത് ക്യാബ് ഡ്രൈവേഴ്സിന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴുള്ള രീതികളൊന്നും നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഐറ്റം വാങ്ങിച്ചു വെച്ചിരുന്നു. പക്ഷേ എന്നാൽ പോലും നമുക്ക് എല്ലാവരും ഒന്നും കണ്ണടച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവരും നമുക്ക് ഒരിക്കലും ഒരു പുരുഷന്മാരിൽ ഒരു പക്ഷേ ആളുകൾ ഒരു പക്ഷേ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പല പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഒരു പക്ഷേ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർ തന്നെ ആയിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളെക്കാൾ കൂടുതൽ എപ്പോഴും പുരുഷന്മാർ തന്നെ ആയിരിക്കും. നമ്മൾ വരുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും രീതിയിൽ അറ്റാക്കൊക്കെ ഉണ്ടാകാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചു വെച്ചത്.
ശരിക്കും പറഞ്ഞാൽ ഞാൻ വരുന്ന സമയത്ത് ഓരോ ക്യാബ് ഡ്രൈവേഴ്സും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു ഓരോരുത്തരും വെളുപ്പിനെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഞങ്ങളുടെ ഒരു ഡെഡ് എൻഡാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വണ്ടി കയറ്റണ്ട, അവിടെ നിർത്തിയിട്ട് പൊക്കോളാൻ അവരോട് പറയും. പക്ഷെ ആ സമയത്ത് പോലും അവർ ഞാൻ അകത്ത് കയറിയോ എന്ന് നോക്കി, എൻ്റെ ഹസ്ബൻഡ് വെളിയിലുണ്ടോ അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതമായിട്ട് തന്നെ അകത്ത് കയറിയോ എന്ന് നോക്കിയതിന് ശേഷമായിരിക്കും അവർ പോകുന്നത്. ഒരുപക്ഷെ അവർക്ക് എന്നെ കൊണ്ട് വിട്ടതിന് ശേഷം 6 മണിക്ക് അടുത്ത ട്രിപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആളെ പിക്കേണ്ടതാണ്. പക്ഷെ എന്നാൽ പോലും അവർ വളരെ സേഫായിട്ട് നമ്മൾ എത്തിയോ അല്ലെങ്കിൽ നമ്മൾ അകത്ത് കയറിയോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നതിന് ശേഷം നമ്മൾ അകത്ത് കയറിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം പോകുന്ന എത്രയോ ക്യാബ് ഡ്രൈവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വ്യക്തിയെ നമുക്കൊരു ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ കണ്ട് നമ്മൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കരുത്, അല്ലെങ്കിൽ എല്ലാവരും അതുപോലാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാ പുരുഷന്മാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണാം, എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളപ്പോഴത്തേക്കും നമുക്ക് ഒരു സപ്പോർട്ടും തരാതെ നമ്മുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്ന ആളുകൾ കാണാം. ഒരു കുറ്റം നമ്മൾ കാണുകയാണ്, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നമ്മൾ ആരുടെ സൈഡിലാണോ ശരി അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. ഈ കമൻ്റ് ഇടുന്ന ഓരോ വ്യക്തികളോടാണ് എനിക്ക് പറയാനുള്ളത്.